യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്താണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ യൂട്യൂബ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇനി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ റൂൾസ് ഒരുപാട് വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആകത്തില്ല. ഇനി മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലാണ് നിങ്ങൾ മോണിറ്റൈസേഷൻ റൂൾസ് വല്ലതും ഫോളോ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു റൂളെങ്കിലും നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുകയും ചെയ്യും. യൂട്യൂബ് മോണിറ്റൈസേഷന് വേണ്ടി ഇനി 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ ഓടുന്നതിന് മുമ്പായിട്ട് യൂട്യൂബ് മോണിറ്റൈസേഷൻ റൂൾസ് ഒക്കെ നിങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യപ്പെടുന്നുണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ മുതൽ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ റൂൾസ് ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ നിന്ന് തന്നെ തുടങ്ങാം. യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയെ കുറിച്ച് പറയുമ്പോൾ തുടക്ക സമയത്ത് എങ്ങനെയായിരുന്നു യൂട്യൂബ് മോണിറ്റൈസേഷൻ കൊടുത്തിരുന്നതെന്നൂടെ മനസ്സിലാക്കിയിരിക്കണം. തുടക്ക സമയത്ത് ഈ പറയുന്ന ഒരു ക്രൈറ്റീരിയയും യൂട്യൂബിനില്ലായിരുന്നു. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ ഒരു വീഡിയോ 2 വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്തു, ഇന്ന് നമ്മൾ ഗൂഗിൾ ആഡ്സൻസിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുകയും ആ ദിവസം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിന്ന് നമുക്ക് അഡ്വർടൈസ്മെന്റ് കാണിച്ചുകൊണ്ട് ഏർണിംഗ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യായിരുന്നു. പക്ഷേങ്കിൽ ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ സമയം മാറി വരുന്നതിനനുസരിച്ച് യൂട്യൂബ് അവരുടെ പോളിസീസിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായിട്ട് യൂട്യൂബ് ആദ്യം കൊണ്ടുവന്ന ക്രൈറ്റീരിയ 1000 സബ്സ്ക്രൈബേഴ്സും 4000 അവേഴ്സിന്റെ വാച്ച് ടൈമും ലോങ് വീഡിയോസിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഈ ക്രൈറ്റീരിയക്കുള്ളിൽ ചില സബ് ക്രൈറ്റീരിയാസ് കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കിട്ടുന്ന വാച്ച് അവർ നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള പബ്ലിക് വാച്ച് അവർ ആയിരിക്കണം. അതേപോലെ പബ്ലിക് വീഡിയോസിൽ നിന്നുള്ള വാച്ച് അവറെ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അൺലിസ്റ്റഡ് വീഡിയോസ് ഒന്നും തന്നെ അല്ലെങ്കിൽ പ്രൈവറ്റ് വീഡിയോസിലോ വാച്ച് അവർ ഒന്നും തന്നെ നമുക്ക് ഈ മോണിറ്റൈസേഷന് വേണ്ടി കൂട്ടത്തില്ലായിരുന്നു. അതേപോലെ ഗൂഗിൾ ആഡ്സിൽ നിന്ന് കിട്ടുന്ന വ്യൂവിൽ നിന്ന് കിട്ടുന്ന വാച്ച് ടൈം ഉണ്ടല്ലോ, അതൊന്നും ഈ 4000 അവേഴ്സിന്റെ വാച്ച് ടൈമിൽ കൂട്ടത്തില്ലായിരുന്നു. അപ്പം ഇത് തുടക്ക സമയത്ത് വന്ന ഒരു ക്രൈറ്റീരിയ ആണ്. അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. എന്നാൽ ഇത് ലോങ് വീഡിയോസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഷോർട്ട് വീഡിയോസ് വന്നതിന് ശേഷം ഷോർട്ട് വീഡിയോ വെച്ചും മോണിറ്റൈസ് ചെയ്യാനുള്ള ഒരു സൗകര്യം യൂട്യൂബ് ഉണ്ടാക്കി. 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു കാര്യം ലോങ് വീഡിയോസിലും ഷോർട്ട് വീഡിയോസ് മോണിറ്റൈസേഷനിലും ഒരേപോലെയാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ഷോർട്ട് വീഡിയോസിലേക്ക് വരുന്ന വാച്ച് ടൈം അല്ല നോക്കുന്നത്, അവിടെ വ്യൂ ആണ് നോക്കുന്നത്. ലാസ്റ്റ് 90 ഡേയ്സിൽ, അതായത് ഷോർട്ട് വീഡിയോസ് ഇട്ട് ലാസ്റ്റ് 90 ഡേയ്സിൽ ടോട്ടൽ വീഡിയോസിൽ നിന്ന് നമുക്ക് 10 മില്യൺ വ്യൂസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നാമെങ്കിലും അത്ര ഈസി അല്ലാത്ത ഒരു കാര്യമാണ് ഷോർട്ട് വീഡിയോസ് വെച്ചിട്ടുള്ള മോണിറ്റൈസേഷൻ. നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് 10 മില്യൺ വ്യൂസിലേക്ക് എത്താനും ചാനൽ മോണിറ്റൈസ് ചെയ്യാനും സാധിച്ചൊന്നും വരത്തില്ല. അപ്പോൾ ഇതാണ് യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ. ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ, ഇനി അടുത്ത ഒരു സെക്ഷനിലേക്ക് വരുന്നുണ്ട്. മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിന്റെ എബൌട്ട് സെക്ഷനിൽ ചാനലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കണം. എബൌട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ചാനലിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കുകളൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിലും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിജക്ട് ആവും. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ആയിരിക്കണം. അതേപോലെ അഡ്വാൻസ്ഡ് ഫീച്ചർ എനേബിൾ ആയിരിക്കണം. ചാനലിന്റെ അഡ്വാൻസ്ഡ് ഫീച്ചർ നമുക്ക് ചാനൽ സെറ്റിംഗ്സിൽ നിന്ന് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൽ 2 രീതിയിലാണ് എനേബിൾ ആകാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ചാനൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2-3 ഡേയ്സിനുള്ളിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ അഡ്വാൻസ്ഡ് ഫീച്ചർ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും വാലിഡ് ആയിട്ടുള്ള ID കൊടുത്തുകൊണ്ടേ നമുക്ക് അഡ്വാൻസ്ഡ് ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഒരു 2 മാസം 3 മാസത്തിന് ശേഷമാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ അഡ്വാൻസ്ഡ് ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് ID കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചാനൽ ഹിസ്റ്ററി വെച്ച് തന്നെ ഈ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ എനേബിൾ ആകുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്തു. ഇനിയാണ് യൂട്യൂബിന്റെ മോണിറ്റൈസേഷന്റെ റൂൾസ് വരുന്നത്. ഈ റൂൾസിൽ വരുമ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കുകളൊന്നും നമ്മുടെ ചാനലിൽ ഉണ്ടാകാൻ പാടില്ല. ഒറിജിനൽ കണ്ടന്റ് നമ്മുടെ ചാനലിൽ ഉണ്ടാകണം. അതായത് ഓൾറെഡി റീയൂസ്ഡ് കണ്ടന്റ് ഒരു ഇഷ്യൂ ഉണ്ട്. മറ്റുള്ളവരെ കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റീയൂസ്ഡ് കണ്ടന്റ് ആവും. നമ്മളുടെ തന്നെ കണ്ടന്റ് വീണ്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്താൽ അതും റീയൂസ്ഡ് കണ്ടന്റ് ആവും. നമ്മൾ അപ്ലോഡ് ചെയ്ത സെയിം കാറ്റഗറിയിലുള്ള വീഡിയോകളോ ഏകദേശം ഒരേ കണ്ടന്റ് തന്നെ നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്താൽ അത് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് ആവും. അങ്ങനെ ഒരു ഇഷ്യൂ കൂടെ യൂട്യൂബ് ഇപ്പം മുമ്പോട്ട് വെക്കുന്നുണ്ട്, റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്. അതായത് ഈ ജൂലൈ 15 മുതലാണ് ഈ ഒരു കാര്യം സ്ട്രിക്റ്റ് ആയിട്ട് യൂട്യൂബ് നോക്കാൻ പോകുന്നത്. റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും. സ്ലൈഡ് ഷോ ഒക്കെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. സ്ലൈഡ് ഷോ കാണിക്കുന്നു, പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് കൊടുക്കുന്നു, പിന്നെ കുറെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് മോണിറ്റൈസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ളവർക്ക് പണി കിട്ടും. അതേപോലെ തന്നെ വീഡിയോസിനും മുമ്പോട്ടുള്ള ഫ്യൂച്ചറിൽ പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മോണിറ്റൈസേഷൻ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും. ഇപ്പം യൂട്യൂബിന്റെ കയ്യിൽ AI ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഒരു നല്ല രീതിയിലുള്ള ക്രൈറ്റീരിയ ഒന്നും അവർ ഉണ്ടാക്കി എടുത്തിട്ടില്ല. അവർ റൂൾസ് ഒന്നും ഇല്ല. പക്ഷേ ഫ്യൂച്ചറിൽ റൂൾസ് വരും. ഇപ്പം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അൾട്ടേർഡ് കണ്ടന്റ് നമുക്ക് എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ കണ്ടന്റിന് മുമ്പോട്ടുള്ള സമയത്ത് വരും. കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസ് നമുക്ക് കണ്ടന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ യൂട്യൂബ് എന്തായാലും AI ബന്ധപ്പെട്ട റൂൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് അന്നേരം നമുക്ക് ക്ലിയർ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ മോണിറ്റൈസേഷൻ റൂൾസ് യൂട്യൂബിനുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തായിട്ട് പറയാനുള്ളത്, ഈ മോണിറ്റൈസേഷൻ
മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള ചാനലുകൾ പലർക്കും ഉള്ളൊരു സംശയം, എനിക്ക് 4000 hours കംപ്ലീറ്റ് ആയി, എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി, പക്ഷേ മോണിറ്റൈസേഷൻ്റെ ഓപ്ഷൻ എനിക്ക് ഏൺ സെഷനിൽ യൂട്യൂബ് സ്റ്റുഡിയോയിലെ ഏൺ സെഷനിൽ കാണിക്കുന്നില്ല, അത് ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്, അത് എങ്ങനെ എനേബിൾ ചെയ്യാൻ പറ്റും, എനിക്ക് ഈ സബ്സ്ക്രൈബർ കൗണ്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ച് പലരും എനിക്ക് മെസ്സേജ് മെയിലും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂട്യൂബിൻ്റെ ഈ മോണിറ്റൈസേഷൻ പബ്ലിക് വാച്ച് അവർ ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാ 7 ഡേയ്സിലുമാണ്, ഡെയിലി അപ്ഡേറ്റ് ആകത്തില്ല. നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് 4000 hours പബ്ലിക് വാച്ച് അവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഏൺ സെഷനിൽ നിന്ന് തന്നെ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് അറിയാൻ പറ്റും, അവിടെ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമ്മൾ മോണിറ്റൈസേഷൻ്റെ ഈ ക്രൈറ്റീരിയയും അതേപോലെ റൂൾസും എല്ലാം ഫോളോ ചെയ്ത് നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്യുക എന്നുള്ളതൂടെ മനസ്സിലാക്കി വേണം. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ്, കുറേയധികം കാര്യങ്ങൾ നമുക്ക് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരു തീം ഉണ്ടായിരിക്കണം. നമ്മൾ ചുമ്മാ എന്തെങ്കിലും കിട്ടുന്നതെല്ലാം വലിച്ചു വാരിയിടുന്ന ചാനലുകൾക്കൊന്നും ഇനി മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഒരു തീം ഉണ്ടായിരിക്കണം, നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം, നമ്മൾ ആ ഇടുന്ന കോണ്ടന്റിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കണം, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ടൈപ്പ് കണ്ടന്റുകളാണോ നമ്മുടെ ചാനലിൽ നോക്കണം. അങ്ങനെയുള്ള കണ്ടന്റുകളാണെങ്കിൽ മാത്രമേ മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ. അടുത്തത് യൂട്യൂബ് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ചാനലിലെ മോസ്റ്റ് വ്യൂഡ് വീഡിയോ ഏതാണോ അത് നോക്കും. ആ വീഡിയോ മൊത്തത്തിൽ ചെക്ക് ചെയ്യും, അത് എവിടെ നിന്നാണ് ഈ വ്യൂ വന്നത്, അതിൽ പോസ്റ്റ് ടൈം വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂട്യൂബ് ചെക്ക് ചെയ്യും. പിന്നെ ന്യൂവസ്റ്റ് വീഡിയോയും ചെക്ക് ചെയ്യും, അതായത് മോസ്റ്റ് വ്യൂഡ് വീഡിയോയും ന്യൂവസ്റ്റ് ആയിട്ടുള്ള വീഡിയോയും യൂട്യൂബ് ചെക്ക് ചെയ്യും. അടുത്തത് നമ്മുടെ ചാനലിൽ കിട്ടിയിട്ടുള്ള വാച്ച് ടൈമിന്റെ ബിഗ്ഗസ്റ്റ് പോർഷൻ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, അതായത് ഈ ബോട്ട് വ്യൂ വല്ലതും ആണോ, അതോ ഓർഗാനിക് ആയിട്ട് വന്ന വ്യൂ ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടികൾ കാണിച്ചുകൊണ്ട് ഉണ്ടാക്കിയ വ്യൂ ആണോ എന്നുള്ള കാര്യവും ചെക്ക് ചെയ്യും. ഒപ്പം തന്നെ വീഡിയോ മെറ്റാഡേറ്റ ചെക്ക് ചെയ്യും. അതിൻ്റെ അതിൽ ടൈറ്റിൽ വരും, തംബ്നെയിൽ വരും, ഡിസ്ക്രിപ്ഷൻ വരും. അതായത് ഈ മെറ്റാഡേറ്റയിൽ ഏതെങ്കിലും രീതിയിലുള്ള തട്ടിപ്പ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ, തംബ്നെയിലിൽ ഈ പറഞ്ഞ പോലെ ഞാൻ റൂളിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ക്ലിക്ക് ബൈറ്റ് തംബ്നെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് യൂട്യൂബ് ചെക്ക് ചെയ്യും. യൂട്യൂബ് മോണിറ്റൈസേഷൻ റൂളിൽ വരുന്നതാണ് ക്ലിക്ക് ബൈറ്റ് തംബ്നെയിൽസ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ അത് അവർ ചെക്ക് ചെയ്യുന്ന കാര്യമാണ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. അതിനോടൊപ്പം തന്നെ ചാനലിന്റെ അബൌട്ട് സെക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അബൌട്ട് സെക്ഷനിൽ എന്താണ് നമ്മൾ ആ ചാനലിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ടൈമിൽ ചെക്ക് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചാനലിൽ ഒറിജിനൽ കണ്ടന്റ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും. എന്നാൽ നിങ്ങളുടേതല്ലാത്ത ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാത്ത കോണ്ടന്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് മോണിറ്റൈസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവരാണെങ്കിലും ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും മുമ്പോട്ടുള്ള സമയത്ത്, പ്രത്യേകിച്ച് ജൂലൈ 15 ശേഷം നിങ്ങൾക്ക് അത് സാധിച്ചു എന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റുകൾ തന്നെ അപ്ലോഡ് ചെയ്യുക, അതിലൂടെ നിങ്ങൾ പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. എന്നെങ്കിൽ മാത്രമേ മുമ്പോട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിലനിന്ന് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഈ യൂട്യൂബിൽ വന്ന മാറ്റങ്ങളുണ്ടല്ലോ, ഈ റൂൾസ് ഒക്കെ തന്നെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ട് അടുത്ത കുറേ മാസങ്ങൾക്കുള്ളിൽ അല്ലെ അടുത്ത വർഷം തന്നെ യൂട്യൂബ് പുതിയ റൂൾസ് കൊണ്ടുവരും. അപ്പം ഇതിനേക്കാളും ടഫാവും യൂട്യൂബ് മോണിറ്റൈസേഷൻ. അപ്പം യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ഓരോ വർഷം കഴിയും തോറും ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യ സമയത്ത് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ക്രൈറ്റീരിയയില്ല, ഒരു റൂളില്ല, ഒന്നുമില്ല. നേരെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നു, അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നു, അഡ്വർടൈസ്മെന്റ് വരുന്നു, പൈസ കിട്ടുന്നു. ഇങ്ങനെയായിരുന്നു നമ്മളൊക്കെ യൂട്യൂബിൽ തുടക്ക സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ ആ സമയമൊക്കെ പോയി ഇപ്പം ഓരോ ദിവസം കഴിയും തോറും യൂട്യൂബിൽ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂട്യൂബിന്റെ ഈ മോണിറ്റൈസേഷൻ റൂൾസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തൊന്ന് ലൈക്ക് ചെയ്തേക്കുക. കാരണം യൂട്യൂബുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നവർക്ക് ഈ റൂൾസിനെ കുറിച്ചൊന്നും ഒരു ധാരണ ഉണ്ടായിരിക്കത്തില്ല. കാരണം എനിക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് മെസ്സേജ് അയക്കാറുണ്ട് അവരുടെ സംശയങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ പകുതി മുക്കാലും സംശയങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ ക്ലിയർ ചെയ്ത് ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതാരും കാണുന്നുമില്ല, ആരിലേക്കും എത്തുന്നുമില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് ഫ്രണ്ട്സിനൊക്കെ ഇത് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, സമയമുള്ളവർ കണ്ടോട്ടെ. കാരണം കണ്ട് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള സമയത്ത് അവരുടെ ചാനലിൽ ഇതേപോലുള്ള പണി കിട്ടുന്നവർക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.